Few arithmetic sequences 9, 11, 13 were added and then 16 added to the sum. ഇതിന്റെ സമ്മിൻ്റെ കൂടെ എത്രയോ ടേമും കൂടി ഉണ്ട്. എത്രയോ ടേമും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം. അതിന്റെ സമ്മിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 16. അതിന്റെ സമ്മിൻ്റെ കൂടെയാണ്. ഇതിന്റെ എന്തിന്റെ കൂടെ? സമ്മിൻ്റെ കൂടെയാണ് എന്ത് ആഡ് ചെയ്യണം? 16 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 256 256 കിട്ടും. അപ്പൊ എന്തൊക്കെയാണ്? അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് അല്ലേ? എന്ത് വേണം? ലാസ്റ്റ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ട്? xn is equal to dn plus f minus d. ഇത് പല രീതിയിലാണ് പലരും ചെയ്യിപ്പിക്കുന്നത്. ഇതിന്റെ സിമ്പിൾ മെത്തേഡ് ഇതാണ്. ഈ ഒരു മെത്തേഡാണ് ചെയ്യാനുള്ളത്. ഡി എന്ന് പറയാൻ നമുക്കറിയാം. ഡി എന്ന് പറഞ്ഞാൽ എന്താ? 11 9 കുറയ്ക്കുന്ന 2. ഫസ്റ്റും തേർഡ് ചാപ്റ്ററും പഠിച്ചിട്ട് വന്നവരാണ് നമ്മള്. അപ്പോൾ 2n പ്ലസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്ര? 9 ആണ്. പിന്നെ വീണ്ടും കോമൺ ഡിഫറൻസ് 2. അപ്പോൾ 2n പ്ലസ് 9 2 കുറച്ചാൽ 7. അപ്പോൾ 2n പ്ലസ് 7 ആണ് ലാസ്റ്റ് ടേം. വിശദമായി നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രീവിയസ് എക്സാം. 2n പ്ലസ് 7 കിട്ടി. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ടേം നമുക്ക് കിട്ടിയല്ലോ 2n പ്ലസ് 7 ആണ്. ഇനി നമുക്ക് എന്ത് കാണണം? സമ്മ് കാണണം അല്ലേ? ഇനി സമ്മ് കാണണം. സമ്മിന്റെ ഇക്വേഷൻ എന്താ? n/2 xn പ്ലസ് x1. n ഉണ്ടോ? എത്ര ടേം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് n/2 എന്ന് കൊടുക്കും. xn എന്ന് പറഞ്ഞ ആരാണ്? 2n പ്ലസ് 7 പ്ലസ് x1 എന്ന് പറഞ്ഞ ആരാണ്? 9 അല്ലേ? ഇനി നോക്കിയേ, n/2 കൊണ്ട് ഇതിനകത്ത് കിടക്കുന്ന ഓരോരുത്തരെ ഇൻറ്റു ചെയ്യണം. അപ്പം n/2. അതിനു മുമ്പ് ഇവിടെ 2n പ്ലസ് 9 7 കൂടി ആഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 16 16. ഇനി ഇൻറ്റു ചെയ്യാം. ഈ n/2നെ കൊണ്ട് അകത്ത് കിടക്കുന്ന ഓരോന്നിനെ ഇൻറ്റു ചെയ്യണം. അപ്പൊ n/2 അത് ഓരോ സ്റ്റെപ്പുകളിലും കംപ്ലീറ്റ് ചെയ്ത് എഴുതിയതിന് ശേഷം നമ്മൾ താഴോട്ട് പോയാൽ മതി. ഒരെണ്ണം കിട്ടിയാൽ അതിനെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ n/2 കൊണ്ട് അകത്ത് കിടക്കുന്നത് ആരാ? n/2 ഇൻറ്റു 2n പ്ലസ് ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും n/2 കൊണ്ട് അകത്ത് കിടക്കുന്നത് 16. ഇവിടെ കട്ട് ചെയ്യാം. 2 കട്ട് ചെയ്യാം. ഇവിടെ 2 ഉണ്ട്. 16 കട്ട് ചെയ്യുമ്പോൾ 8. n ഇൻറ്റു n എന്താ? n² 8n. ഇതാണ് നമുക്ക് കിട്ടിയ സമ്മെന്ന് പറയുന്നത്. ഈ ടേമിന്റെ സമ്മെന്ന് പറയുന്നത് n² പ്ലസ് 8n ആണ്. ഇനി ഈ സമ്മിന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 16 ആഡ് ചെയ്യണം. അപ്പം n² പ്ലസ് 8n പ്ലസ് 16 ഇസ് ഈക്വൽ ടു ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്നാ പഠിച്ചേ? 256. n² പ്ലസ് 8n പ്ലസ് 16 ഇസ് ഈക്വൽ ടു 256. ഇതിനെ ചുരുക്കുന്ന രൂപമല്ലേ? എങ്ങനെയാ ചുരുക്കുന്ന രൂപം? n²ന്റെ റൂട്ട് എന്താ? n പ്ലസ് നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു. എന്നിന്റെ റൂട്ട് എന്താ? n. ഞാൻ അടുത്ത ലാസ്റ്റത്തെ ആരാ? 16. 16ന്റെ റൂട്ട് എന്താ? 4. The whole square is equal to 256. സ്ക്വയർ അപ്പുറം പോകുമ്പോൾ എന്താകും? റൂട്ട് ആകും. അപ്പൊ റൂട്ട് 256. റൂട്ട് കണ്ടുപിടിക്കുന്ന രീതി നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഏതിനകത്താ വരുന്നത്? ഇത് 10നും 20നും ഇടയ്ക്ക്. 10നും 20നും ഇടയ്ക്ക്. 10നും 20നും ഇടയ്ക്കല്ലേ വരുന്നത്. അപ്പൊ ആരാ വരേണ്ടത്? 6 അല്ലേ വരുന്നത്. 6 വരുന്ന ആര്? 2-ലുണ്ടോ? ഇല്ല. 3-ലുണ്ടോ? 9 ഇല്ല. 4-ലുണ്ടല്ലോ. പിന്നെ ആരിലുണ്ട്? 6-ലും ഉണ്ട് അല്ലേ? 4-ലും ഉണ്ട്, 6-ലും ഉണ്ട്. അപ്പൊ ഒന്നുകിൽ 14 അല്ലെങ്കിൽ 16. 14 നമുക്കറിയാം 196. അപ്പൊ അടുത്ത എന്തായിരിക്കും? 256. ആരുടേതാണ്? 16-ൻ്റെതാണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടാൻ 16. അപ്പൊ n പ്ലസ് 4 ഇസ് ഈക്വൽ ടു 16. അപ്പൊ n ഇസ് ഈക്വൽ ടു 16 മൈനസ് 4 ദാറ്റ് ഈസ് 12. അപ്പൊ എത്ര നമ്പർ ടേം എത്രയാണ്? n എത്രയാണ്? 12 ആണ്. അപ്പൊ നമ്പർ ഓഫ് ടേം കിട്ടിയില്ലേ? അപ്പൊ എത്ര ടേമാ മൊത്തം ഇവിടെ വരേണ്ടത്? 12 ടേമാണ് വരേണ്ടത്. അപ്പം അവിടെ ഇനി തെറ്റുന്നൊരു കാര്യമുണ്ട്. മൊത്തം എത്ര ടേമാ? 12. ഇവിടെ ഓൾറെഡി അപ്പൊ എത്ര ടേം ഉണ്ട്? 3. ഇനി എത്ര ടേം ആഡ് ചെയ്യണം? 9 ടേം. അതാണല്ലേ അവർ ചോദിച്ചിരിക്കുന്നത്. എത്ര ടേമും കൂടി ആഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ച സീക്വൻസിൽ നിന്ന് സെക്കൻഡ് ഡിഗ്രിയുമായിട്ട് ചേർന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 2 ചാപ്റ്ററിനെയും കൂടി മിക്സ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ കണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2-3 ചാപ്റ്ററൊക്കെ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ അതിലുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫസ്റ്റും തേർഡ് ചാപ്റ്ററും കൂടി ചേർന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്.
ഇതിൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നമ്മൾ പഠിച്ചത്. ക്ലിയർ അല്ലേ?